മുട്ടയുടെ വിലവർധനവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കടിയിൽ കമൻറ്റുകളിൽ പ്രധാനമായും നിറയുന്നത് ജിം ട്രെയിനേഴ്സിൻ്റെ കമൻറ്റുകളാണ്. കാരണം മുട്ടവിലയിൽ ഉണ്ടാകുന്ന വർധനവ് പ്രധാനമായും ബാധിക്കുന്ന മേഖലകളിലൊന്ന് ജിം ട്രെയിനേഴ്സ് തന്നെയാണ്. ഞാൻ ഒരു 10 വർഷമായിട്ട് ജിം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു സ്പോർട്സ് ഈവൻ്റാണ്. അപ്പോൾ കൂടുതലായിട്ടും ബോഡി ബിൽഡേഴ്സാണ് നമ്മുടെ നാട്ടിൽ മുട്ട കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ബോഡി ബിൽഡേഴ്സ് ഒരു മിനിമം 10 മുട്ട തൊട്ട് അതിൻ്റെ മേളിലോട്ട് മുട്ട ഉപയോഗിക്കും. കാര്യം ഈ മുട്ട ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മസിൽ റിക്കവറി ഫാസ്റ്റ് ആക്കിയിട്ട് ഈ മസിൽ ഗ്രോത്ത് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവർ മുട്ട ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് നല്ലതാണ്, നമുക്ക് വണ്ണം കുറയ്ക്കുന്നവർക്കും ഈ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. കാര്യം മുട്ടയിൽ നല്ല ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് അവരുടെ ഈ കലോറി ഇൻടേക്ക് കുറയ്ക്കും. കലോറി ഇൻടേക്ക് കുറച്ച് ഫാറ്റ് ലോസ് പെട്ടെന്നാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി ബിൽഡർമാർക്ക് ഈ മസിൽ സോർനെസ് ഉണ്ടാവും. അത് മസിൽ സോർനെസ്സൊക്കെ വളരെ പെട്ടെന്നാക്കാനും മുട്ട നല്ലൊരു ഫുഡാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് ഈ മുട്ട എന്ന് പറയുന്നത് ഒരു സമീകൃത ആഹാരം എന്നാണ് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്നത്. അപ്പം നല്ല പ്രോട്ടീനാണ് മുട്ടയ്ക്കകത്തുള്ളത്. അതിൻ്റെ ഫാറ്റും നല്ലതാണ്. നമുക്ക് ഈ ഹോർമോൺ പ്രൊഡക്ഷനും സഹായിക്കുന്ന ഒരു ഫുഡാണ് മുട്ട. അപ്പം മുട്ടയുടെ വില ഇങ്ങനെ ക്രമേണ ഞാൻ 10 വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായതുകൊണ്ട് എനിക്കറിയാം. 3 രൂപ 2 രൂപ കിടന്ന മുട്ട വില ഇപ്പോൾ ഒരു മുട്ടയ്ക്ക് 8 രൂപ തൊട്ട് 10 രൂപ വരെ ആയിട്ടുണ്ട്. അത് നമ്മുടെ ഈ വളരെ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു സ്പോർട്സ് ഈവൻ്റ് ആയതുകൊണ്ട് പറയുക. ഇത് നമ്മൾ ഈ ജിം മേഖലയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മുട്ടയുടെ വില ഇങ്ങനെ ക്രമേണ വർദ്ധിക്കുന്നത് നമ്മുടെ ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ഈവൻറ്റിനെ വളരെ അധികം ബാധിക്കുന്ന ഒന്നായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ മുട്ട വില കൂടാനുള്ള കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ജിംനേഷ്യത്തിലേക്ക് ആവശ്യമായ മുട്ടകൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിംനേഷ്യത്തിൽ കുട്ടികളൊക്കെ അമിതമായിട്ട് വരികയാണല്ലോ. ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഇപ്പോൾ ജിംനേഷ്യത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എക്സ്പോർട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനാൽ മുട്ട വില കൂടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഉയരാൻ സാധ്യതയാണ്. കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു വില എങ്ങനെ? ഇപ്പോൾ ഏകദേശം നമുക്ക് നാമക്കലിൽ നിന്നും വരുന്ന മുട്ടയിൽ പിന്നെ എക്സ്പെൻസായ 30 പൈസയുടെ കൂട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒരു 30 പൈസ എടുത്തുകൊണ്ടാണ് നമ്മൾ കടയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 രൂപയ്ക്ക് നമ്മൾ കടയ്ക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവർ 7 രൂപ 8 രൂപ നിരക്കിൽ അവർ വിൽപ്പന നടത്തുന്നുണ്ട്. ഇവിടുത്തെ അതായത് സംസ്ഥാനത്താണോ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകളേക്കാൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് മറ്റുമാണോ? തമിഴ്നാട്ടിൽ നാമക്കൽ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നുമാണ് മുട്ട നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അതർ സംസ്ഥാനങ്ങളിലെല്ലാം ഇതുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.